2025 നവംബർ മാസത്തെ കറണ്ട് അഫെയറിലേക്ക് സ്വാഗതം. ഇപ്പോൾ PSC ബുള്ളറ്റിലെ കറണ്ട് അഫെയറാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച കവിയാണ് KG ശങ്കരപ്പിള്ള. അപ്പോൾ KG ശങ്കരപ്പിള്ളയ്ക്കാണ് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 2025. അത് എത്ര രൂപയാണ് സമ്മാനത്തുക? 5 ലക്ഷം രൂപ സമ്മാനത്തുക. അപ്പോൾ KG ശങ്കരപ്പിള്ള എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപ. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2025 ലഭിച്ചത് KG ശങ്കരപ്പിള്ള 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അടുത്തതായി ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് ഡേവിഡ് സൊലോ. അപ്പോൾ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനായ ഡേവിഡ് സൊലോയ്ക്കാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ബുക്കർ പ്രൈസ് ഡേവിഡ് സൊലോ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ്. ഫ്ലഷ് എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. ഫ്ലഷ് എന്ന നോവലിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഫ്ലഷ് എന്ന നോവലിന് ഡേവിഡ് സൊലോയ്ക്ക് ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ് ഡേവിഡ് സൊലോ. ബുക്കർ പ്രൈസ് ലഭിച്ച നോവൽ ചോദിച്ചാൽ ഫ്ലഷ് 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ ഫ്ലഷ് എന്ന നോവലിനാണ് ഈ വർഷത്തെ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഫ്ലഷ് എന്ന നോവൽ എഴുതിയത് ഡേവിഡ് സൊലോ, ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ്. അപ്പോൾ ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനായ ഡേവിഡ് സൊലോയ്ക്കാണ് ഫ്ലഷ് എന്ന നോവലിന് ബുക്കർ പ്രൈസ് ഈ വർഷത്തെ ലഭിച്ചത്. 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനായ സൽമാൻ റുഷ്ദിക്ക് ഡെയ്റ്റൺ സാഹിത്യ പുരസ്കാരം. അപ്പോൾ ഡെയ്റ്റൺ സാഹിത്യ സമാധാന പുരസ്കാരം ലഭിച്ചത് സൽമാൻ റുഷ്ദി. ഡെയ്റ്റൺ സാഹിത്യ സമാധാന പുരസ്കാരം സൽമാൻ റുഷ്ദി. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനാണ് സൽമാൻ റുഷ്ദി. അടുത്തതായി വയലാർ സംഗീത പുരസ്കാരം ലഭിച്ചത് വിദ്യാധരൻ. വയലാർ സംഗീത പുരസ്കാരം ലഭിച്ച വ്യക്തി വിദ്യാധരൻ. ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ഗോകുലം ഗോപാലൻ. ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലൻ. മലയാള മിത്രം പുരസ്കാരം ലഭിച്ച കന്നഡ സാഹിത്യകാരി പാർവതി ജി ഐത്തൻ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് 2025? KG ശങ്കരപ്പിള്ള. പിന്നെ ഡേവിഡ് സൊലോ എന്ന വ്യക്തി എന്താ പ്രത്യേകത? ബുക്കർ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് ഡേവിഡ് സൊലോ. ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ്. ഏത് നോവലിനാണ്? ഫ്ലഷ് എന്ന നോവലിൽ. അടുത്തത് സൽമാൻ റുഷ്ദി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനാണ് സൽമാൻ റുഷ്ദി. ഈ കൊല്ലത്തെ ഡെയ്റ്റൺ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അടുത്തത് KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് അരുണ റോയ്. കേരള ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം അരുണ റോയ്ക്ക്. അടുത്തത് കേരള പ്രഭ കേരള ജ്യോതി കിട്ടിയത് MR രാഘവ വാര്യർക്കും കേരള പ്രഭ കിട്ടിയത് രാജശ്രീ വാര്യർ. കേരള പ്രഭ രാജശ്രീ വാര്യർ. രാജശ്രീ വാര്യർ ശാസ്ത്രീയ നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് രാജശ്രീ വാര്യർ. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചു. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MR രാഘവ വാര്യർ, ചരിത്ര പണ്ഡിതനാണ്. 2025 വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ജയന്ത് വിഷ്ണു. 2025 വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ജയന്ത് വിഷ്ണു. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പാൽക്കുളങ്ങര കെ അംബികയ്ക്കാണ് ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം. അവനവൻ കടമ്പ പടയണി ആചാര്യൻ കടമ്മനിട്ട വാസുദേവൻ. അപ്പോൾ കടമ്മനിട്ട വാസുദേവൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിക്കും. പടയണിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് കടമ്മനിട്ട വാസുദേവൻ. പടയണിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് കടമ്മനിട്ട വാസുദേവൻ. ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിർത്തഡാക്സ് ഗോത്രഭാഷാ പുരസ്കാരം ലഭിച്ചത് വാസുദേവൻ ചിക്കല്ലൂർ. അപ്പോൾ വാസുദേവൻ ചിക്കല്ലൂർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ ചോദിക്കും. വാസുദേവൻ ചിക്കല്ലൂർ ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരം ഗോത്ര സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് വാസുദേവൻ ചിക്കല്ലൂർ. ഗോത്രഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് വാസുദേവൻ ചിക്കല്ലൂർ. അപ്പോൾ നമുക്ക് ഒന്ന് റിവിഷൻ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് 2025? KG ശങ്കരപ്പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ബുക്കർ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഡേവിഡ് സൊലോ, ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനാണ്. ഫ്ലഷ് എന്ന നോവലിനാണ് ലഭിച്ചത്. 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. സൽമാൻ റുഷ്ദി എവിടുത്തെ സാഹിത്യകാരനാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനാണ്. ഡെയ്റ്റൺ സാഹിത്യ സമാധാന പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് അരുണ റോയ്. കേരള പ്രഭ കേരള ജ്യോതി കിട്ടിയത് MR രാഘവ വാര്യർക്കും കേരള പ്രഭ കിട്ടിയത് രാജശ്രീ വാര്യർക്കും. ഓക്കെ. ഇനി വിജ്ഞാൻ രത്ന പുരസ്കാരം 2025 വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ജയന്ത് വിഷ്ണു.
കടമ്മനിട്ട വാസുദേവൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കടമ്മനിട്ട വാസുദേവൻ. വാസുദേവൻ ചിക്കല്ലൂർ ഗോത്ര സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് വാസുദേവൻ ചിക്കല്ലൂർ. അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജല തുരങ്കപാത ഫോർട്ട് കൊച്ചി വൈപ്പിൻ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ തുരങ്കപാതയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ഇപ്പോൾ ഫോർട്ട് കൊച്ചി വൈപ്പിനിലാണ് കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ തുരങ്കപാത. കേരളത്തിലെ ആദ്യ ഭൂഗർഭ തുരങ്കപാത ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ചിലപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കും എറണാകുളം എന്നും പറയാം. അപ്പോൾ എറണാകുളം എന്ന് ചോദിച്ചാൽ എറണാകുളം എന്നും പറയണം. കറക്റ്റ് സ്ഥലം ചോദിച്ചാൽ ഫോർട്ട് കൊച്ചി വൈപ്പിൻ എന്നും പറയാം. അപ്പോൾ കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജല തുരങ്കപാതയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. കേരളത്തിലെ ആദ്യ ഭൂഗർഭ തുരങ്കപാത, കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജല തുരങ്കപാതയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. അയോധ്യ സരയൂ നദീതീരത്താണ് ലോകത്തിലെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം. അപ്പോൾ രാമായണ വാക്സ് മ്യൂസിയം, ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം എവിടെ സ്ഥാപിതമായി? സരയൂ നദീതീരത്ത്, അയോധ്യ. അപ്പോൾ അയോധ്യയിലെ സരയൂ നദീതീരത്ത് എന്ത് സ്ഥാപിതമായി? ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം. ലോകത്തിലെ തന്നെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സരയൂ നദിയിലാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്നു. ആദ്യ ഭൂഗർഭ തുരങ്കപാത ഫോർട്ട് കൊച്ചി വൈപ്പിൻ. 26 ലക്ഷം ചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് ഇടം നേടിയ ഉത്തർപ്രദേശിലെ അയോധ്യ. അപ്പോൾ ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്ക് വേറെ ഒരു പ്രത്യേകത, ഉത്തർപ്രദേശിലാണ് അയോധ്യ എന്ന് ഓർക്കണം. അപ്പോൾ സരയൂ നദീതീരത്തെ ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം അയോധ്യയിലാണ്. സരയൂ നദീതീരത്താണ്, അയോധ്യയിലാണ് ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം. അവിടെ തന്നെയാണ്, ഉത്തർപ്രദേശിലെ അയോധ്യയിൽ തന്നെയാണ് 26 ലക്ഷം ചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ്. 26 ലക്ഷം ചിരാതുകൾ തെളിയിച്ചത് ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ്. ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം വരുന്നതും അയോധ്യയിൽ തന്നെയാണ്. ഏത് നദീതീരത്താണ് രാമായണ വാക്സ് മ്യൂസിയം വരുന്നത്? സരയൂ നദീതീരത്താണ്. ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS മാഹി. അപ്പോൾ INS മാഹിയുടെ പ്രത്യേകത, INS മാഹി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS മാഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS മാഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS മാഹി. INS മാഹിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ INS മാഹി. 2025 ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ APEC ഉച്ചകോടി ദക്ഷിണ കൊറിയയിലെ ഗൈയോങ് ജൂവിൽ നടന്നു. ഇമ്പോർട്ടൻ്റ് ആണ് APEC. അപ്പോൾ 2025 ഏഷ്യ പസഫിക് ഉച്ചകോടി APEC കോഓപ്പറേഷൻ ഉച്ചകോടി നടന്നത് ദക്ഷിണ കൊറിയ ഗൈയോങ് ചൂവിലാണ്. ദക്ഷിണ കൊറിയയിലെ ഗൈയോങ് ചൂവിലാണ് APEC ഉച്ചകോടി. ഈ വർഷത്തെ 2025 ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ APEC ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ APEC ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ APEC ഉച്ചകോടി നടന്നത് ദക്ഷിണ കൊറിയയിലെ ഗൈയോങ് ചു. കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്തിൽ. അപ്പോൾ ടൈം ബാങ്ക് പദ്ധതി നിലവിൽ വരുന്നത് എലിക്കുളം പഞ്ചായത്തിൽ. അപ്പോൾ ടൈം ബാങ്ക് പദ്ധതി നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്തിലാണ് വരുന്നത്. ടൈം ബാങ്ക് പദ്ധതി നിലവിൽ വരുന്നത് കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷൻ അർഹമായി. അപ്പോൾ മുഹമ്മ പോലീസ് സ്റ്റേഷനാണ്, ആലപ്പുഴ ജില്ലയിലാണ് കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ മികച്ച പോലീസ് സ്റ്റേഷൻ. അപ്പം മികച്ച പോലീസ് സ്റ്റേഷൻ മുഹമ്മയിലെ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷനാണ് മികച്ച പോലീസ് സ്റ്റേഷനായത്. മുഹമ്മ പോലീസ് സ്റ്റേഷൻ.
ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ആദ്യ ഭൂഗർഭ തുരങ്കപാത കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ തുരങ്കപാത ഫോർട്ട് കൊച്ചി വൈപ്പിൻ, എറണാകുളത്താണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. അയോധ്യയിലെ സരയൂ നദീതീരത്ത് എന്താണ് വരുന്നത്? അയോധ്യയിലെ സരയൂ നദീതീരത്ത് എന്താണ് സ്ഥാപിതമായത്? ലോകത്തിലെ തന്നെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് അയോധ്യയിലെ അയോധ്യ സരയൂ നദീതീരത്ത് ലോകത്തിലെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം. ഇവിടെ തന്നെ അയോധ്യയിൽ തന്നെ, ഉത്തർപ്രദേശിലാണ് അയോധ്യ. അവിടെ വേറൊരു ഗിന്നസ് റെക്കോർഡ് ഉണ്ടല്ലോ. ഉത്തർപ്രദേശിലെ അയോധ്യയിലെ 26 ലക്ഷം ചിരാതുകൾ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ തന്നെ. INS മാഹിയുടെ പ്രത്യേകത. INS മാഹി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS മാഹി. INS മാഹിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. 2025 അപ്പെക് ഉച്ചകോടി ദക്ഷിണ കൊറിയയിലാണ് അപ്പെക് ഉച്ചകോടി നടക്കുന്നത്. ദക്ഷിണ കൊറിയയിലെ ഗയോങ്ചുവിലാണ്, ദക്ഷിണ കൊറിയയിലാണ് നടക്കുന്നത് അപ്പെക് ഉച്ചകോടി. എലിക്കുളം പഞ്ചായത്തിൻ്റെ പ്രത്യേകത. കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി നിലവിൽ വന്നത് എലിക്കുളം പഞ്ചായത്തിൽ. കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്തിൽ. കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് അർഹമായത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷൻ. ഇനി അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. സുപ്രീം കോടതി അടുത്ത ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനാക്കിയത് ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീം കോടതി അടുത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആരാണ്? സുപ്രീം കോടതിയിലെ 53ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതിയിലെ 53ാമത്തെ ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി. സുപ്രീം കോടതിയുടെ റിട്ടയർ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായി കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷ രഞ്ജന പ്രകാശാണ് 8ാം ശമ്പള കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ 8ാം ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് രഞ്ജന പ്രകാശ്. ഇന്ത്യയിലെ ഏക വനിത റഫാൽ പൈലറ്റാണ് ഉത്തർപ്രദേശ് സ്വദേശി ശിവാംഗി സിംഗ്. അപ്പോൾ ശിവാംഗി സിംഗിൻ്റെ പ്രത്യേകത, ഇന്ത്യയിലെ ഏക വനിത റഫാലിൻ്റെ പൈലറ്റാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ശിവാംഗി സിംഗ്. അപ്പോൾ ശിവാംഗി സിംഗ് ഉത്തർപ്രദേശ് സ്വദേശിയാണ്, ഏക വനിത റഫാൽ പൈലറ്റ്. അമേരിക്കയിലെ വെർജീനിയ സംസ്ഥാനത്തെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യൻ വംശജയായ ഗസാല ഹാഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിലെ വെർജീനിയ സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായ ഇന്ത്യൻ വംശജയാണ് ഗസാല ഹാഷ്മി. അപ്പം ഗസാല ഹാഷ്മി അമേരിക്കയിലെ വെർജീനിയ സംസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ അംബാസിഡറാണ് ഗസാല ഹാഷ്മി. ഇന്ത്യൻ അംബാസിഡർ, അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ, അത് ചോദിക്കുന്നതാണ് ഗസാല ഹാഷ്മി. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ സുഖോയ് 30 MKI റഫാൽ പറന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ ദ്രൗപദി മുർമു എന്തോ പ്രത്യേകത ഇവിടെ? വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതി. 2 സുഖോയ് 30 MKI റഫാലും സുഖോയ് 30 എന്നീ വിമാനങ്ങളിലാണ് പറന്നത്. സുഖോയ് 30 MKI റഫാലും. അപ്പോൾ വ്യോമസേന 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അടുത്തത് US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായ മലയാളിയായ റോബിൻ ഇലക്കാട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായി മലയാളികൾ ഇമ്പോർട്ടൻ്റ് ആണ്, റോബിൻ. ഇപ്പോൾ US നഗരമായ മിസൗറി സിറ്റിയുടെ മേയർ മലയാളിയായ റോബിൻ ഇലക്കാട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാറിനെ നിയമിച്ചു. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട്
മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിച്ചു. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായത്. സാമിയ സുലുഹു ഹസൻ ടാൻസാനിയൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. അപ്പോൾ ടാൻസാനിയൻ പ്രസിഡൻ്റ് ആരാ? സാമിയ സുലുഹു ഹസൻ. സാമിയ സുലുഹു ഹസനാണ് ടാൻസാനിയൻ പ്രസിഡന്റ്. സാമിയ സുലുഹു ഹസൻ. സാമിയ സുലുഹു ഹസനാണ് ടാൻസാനിയ പ്രസിഡന്റ്. അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഇപ്പം സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കേന്ദ്ര സർക്കാരിൻ്റെ 8ാം ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷ രഞ്ജന പ്രകാശ്. രഞ്ജന പ്രകാശാണ് 8ാം ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷയായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത്. റഫാൽ ഏക വനിതാ റഫാൽ പൈലറ്റ്. ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റ് ഉത്തർപ്രദേശ് സ്വദേശിയായ ശിവാംഗി സിംഗ്. ഉത്തർപ്രദേശ് സ്വദേശിയായ ശിവാംഗി സിംഗ് ആണ് ഏക റഫാൽ പൈലറ്റ്. അമേരിക്കൻ വിർജീനിയ സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതയായത് ഗസാല ഹാഷ്മി. അപ്പം അമേരിക്കയിലെ വിർജീനിയ സംസ്ഥാനത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ ഹസാല ഹാഷ്മി ഇന്ത്യ വംശജനാണ്. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഏതൊക്കെയാണ് യുദ്ധവിമാനങ്ങൾ? സുഖോയ് 30, MKI റഫാൽ. US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായത് മലയാളിയായ റോബിൻ ഇലക്കാട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത് കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാനുതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാനുതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ CMS-03യുടെ പ്രത്യേകത സൈനിക സേവനങ്ങളിലെ വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03. ഓപ്പൺ AI പുറത്തിറക്കുന്ന പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. അപ്പോൾ ഓപ്പൺ AI പുറത്തിറക്കുന്ന പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. വെബ് ബ്രൗസറാണെന്ന് പഠിക്കണം. ഓപ്പൺ AI ആണ് പുറത്തിറക്കുന്നതെന്ന് പഠിക്കണം. അറ്റ്ലസ് എന്താണ്? ഒരു വെബ് ബ്രൗസറാണ്. ഓപ്പൺ AI പുറത്തിറക്കുന്ന പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. വില്ലോ എന്നാൽ എന്താണെന്ന് ചോദിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. അപ്പോൾ വില്ലോ എന്ന് പറയുമ്പോൾ ഒരു ചിപ്പാണ്. അത് ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ്. എന്ത് നേട്ടമുണ്ടാക്കി? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടമുണ്ടാക്കി. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ച് നാസ. അപ്പോൾ X-59 ആരുടെയാ? നാസയുടെ. എന്താ അതിൻ്റെ പ്രത്യേകത? സൂപ്പർസോണിക്. അപ്പം ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ച് നാസ. അപ്പം നാസയുടെയാണ് X-59. ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർസോണിക് ജെറ്റാണ് X-59. ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയും. അപ്പം ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 വിജയകരമായി പരീക്ഷിച്ച് നാസ. X-59 ആരുടെയാണ്? നാസ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ജെറ്റാണ് X-59. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായി. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്.
എന്നീ പുരസ്കാരങ്ങൾ അർഹമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ലക്നൗ. അപ്പോൾ യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച നഗരം ലക്നൗ. യുനെസ്കോയുടെ സൃഷ്ടിപരമായ നഗരങ്ങളുടെ പട്ടികയിലാണ് ലക്നൗയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാചക നഗരം ലക്നൗ, യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ചത് ലക്നൗ. അപ്പോൾ ഒരു കറണ്ട് അഫെയർ, ഒരു GK പഠിക്കാം. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡ്. സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ള. ബുക്കർ സമ്മാൻ ലഭിച്ചത് ഡേവിഡ് സൊലോ. ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരനായ ഡേവിഡ് സൊലോയ്ക്കാണ് ബുക്കർ പ്രൈസ്. ഫ്ലഷ് എന്ന നോവലിന് 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. സൽമാൻ റുഷ്ദി ബ്രിട്ടീഷ് ഇന്ത്യ സാഹിത്യകാരനാണ്. സൽമാൻ റുഷ്ദി ഡേറ്റൺ സാഹിത്യ സമാധാന പുരസ്കാരം ലഭിച്ചു. KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് അരുണ റോയ്. അന്താരാഷ്ട്ര പുരസ്കാരം അരുണ റോയ്ക്ക് ലഭിച്ചു. കേരളപ്രഭ, കേരള ജ്യോതി ലഭിച്ചത് MR രാഘവ വാര്യർ, ചരിത്ര പണ്ഡിതൻ. കേരളപ്രഭ ലഭിച്ചത് രാജശ്രീ, ശാസ്ത്രീയ നൃത്തം. വിജ്ഞാൻ രത്ന പുരസ്കാരം 2025 ലഭിച്ചത് ജയന്ത് വിഷ്ണുവിനാണ് വിജ്ഞാൻ രത്ന. കടമനിട്ട വാസുദേവൻ പടയണിയാചാര്യനാണ് കടമനിട്ട വാസുദേവൻ ചിക്കല്ലൂർ ഗോത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യകാരനാണ്. വാസുദേവൻ ചിക്കല്ലൂർ. കേരളത്തിലെ ആദ്യ ഭൂഗർഭ തുരങ്കപാത ഫോർട്ട് കൊച്ചി വൈപ്പിലാണ് വരുന്നത്. ലോകത്തിലെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സരയൂ നദി അയോധ്യ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ തന്നെയാണ് 26 ലക്ഷം ചിരാതുകൾ സ്ഥാപിച്ച ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത്. INS മാഹി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS മാഹി. അപ്പക് ഉച്ചകോടി 2025 ദക്ഷിണാഫ്രിക്ക. ടൈം ബാങ്ക് പദ്ധതി കേരളത്തിലെ ഏത് പഞ്ചായത്തിലാണ്? ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്ത്. മികച്ച പോലീസ് സ്റ്റേഷൻ മുഹമ്മ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ. യുദ്ധവിമാനങ്ങളിൽ സഞ്ചരിച്ച 2 യുദ്ധവിമാനങ്ങൾ, വ്യോമസേനയിലെ 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. സുഖോയ് 20ഉം MKI റഫാലും. പിന്നെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. സുപ്രീം കോടതിയിൽ 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രഞ്ജന പ്രകാശ് 8ാം ശമ്പള പരിഷ്കാര കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ. ഏക വനിതാ റഫാൽ പൈലറ്റ് ഉത്തർപ്രദേശിലെ ശിവാംഗി സിംഗ്. അമേരിക്കയിലെ വെർജീനിയൻ സംസ്ഥാനത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ അസാല ഹാഷ്മി. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ സഞ്ചരിച്ചത് സുഖോയ് 30ഉം MKI റഫാലിലും പറഞ്ഞ ആദ്യ രാഷ്ട്രപതിയെ ദ്രൗപദി മുർമു. പിന്നെ K ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി. CMS 03 സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള വാർത്താവിനിമയ ഉപഗ്രഹമാണ്. അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു വെബ് ബ്രൗസറാണ്. OpenAI പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. OpenAI പുറത്തിറക്കിയ വില്ലോ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. X-59 ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് ജെറ്റാണ് X-59. നാസയുടേതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായത് ഇന്ത്യയിലെ മികച്ച ബാങ്ക്, ലോകത്തിലെ തന്നെ മികച്ച ഉപഭോക്തൃ ബാങ്ക്. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ലക്നൗ ഇടം നേടി. സോളിഡ് കാർബൺ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡാണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. അടുത്തത് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ത്യക്ക് ലഭിച്ചു. അപ്പോൾ വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യക്കാണ് ലഭിച്ചത്. മുംബൈയിൽ നടന്ന ഫൈനലിൽ, അപ്പോൾ ഇന്ത്യയിലാണ് നടന്നത്, മുംബൈയിലാണ് നടന്നത്. ദക്ഷിണാഫ്രിക്കയാണ് തോപ്പിച്ചത്. 52 റൺസിനാണ് ഇന്ത്യ ജേതാക്കളായത്.
അപ്പോൾ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. എത്ര റൺസിന്? 52 റൺസിന് പരാജയപ്പെടുത്തി. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ചേസിംഗിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഉയർത്തിയ 338 റൺസിന് എതിരെ 341 റൺസ് നേടിയാണ് ഇന്ത്യ റെക്കോർഡിട്ടത്. അപ്പം ഒരു റെക്കോർഡും ഉണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ചേസിംഗിൽ തന്നെ. അത് ആരുമായിട്ടായിരുന്നു? അത് ഓസ്ട്രേലിയയുമായിട്ട് 338 റൺസ്, അതിന് 341 ചേസ് ചെയ്ത് വിജയിച്ചു. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിന് നൈറ്റ് ഫുഡ് പദവി. ഇപ്പോൾ നൈറ്റ് ഫുഡ് പദവി ലഭിച്ചത് ഡേവിഡ് ബെക്കാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസമാണ് ഡേവിഡ് ബെക്കാം. അടുത്തത് 2 ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. അപ്പോൾ രോഹൻ ബൊപ്പണ്ണ 2 ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കി ആരാണ് വിരമിച്ചതെന്ന് ചോദിച്ചാൽ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. 2 ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുണ്ട്. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം എന്ന റെക്കോർഡ് സ്മൃതി മന്ദാനയ്ക്ക് എന്ത് ലഭിച്ചു? ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം കേട്ടോ. ഒരു ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സ്മൃതി മന്ദാന. ഈ ലോകകപ്പിൽ 434 റൺസ് നേടിയ താരം 2017 ലോകകപ്പിൽ മിതാലി രാജിൻ്റെ 409 എന്ന റൺസിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. അപ്പം മിതാലി രാജിനെ മറികടന്ന് സ്മൃതി മന്ദാനയാണ് ഇനി പറയേണ്ടത്. അപ്പോൾ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സ്മൃതി മന്ദാന. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം എന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ പോൾ വാർത്ത് സ്വന്തമാക്കി. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം. അപ്പം ഈ സ്മൃതി മന്ദാന ഒരു ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാണ്. അപ്പോൾ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം ഒരു ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾ വാർത്ത് സ്വന്തമാക്കി. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ 571 റൺസ് നേടിക്കൊണ്ടാണ് താരം ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പം നമ്മുടെ സ്മൃതി മന്ദാന ഇന്ത്യക്കാരിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തിയാണ്. എങ്കിൽ ഈ ലോറ വോൾ വാർത്ത് താരം എന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കൻ താരമാണ്. ഇന്ത്യക്കാരിയല്ല, ദക്ഷിണാഫ്രിക്കൻ താരം. അപ്പോൾ ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ താരം എന്ന് ചോദിച്ചാൽ സ്മൃതി മന്ദാനയും, ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം എന്ന് ചോദിച്ചാൽ ലോറ വോൾ വാർത്ത് സ്വന്തമാക്കി. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾ വാർത്ത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനായിരുന്നു ലോറ വോൾ വാർത്ത്. അത് ഓർത്തു വെക്കണം. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ 571 റൺസ് സ്വന്തമാക്കിയാണ് ഈ നേട്ടം കൈവരിച്ചത്. അപ്പം സ്മൃതി മന്ദാന ഈ ലോകകപ്പിൽ എത്ര റൺസ് കൂടെ നേടി? 434 റൺസ് നേടിയിട്ടുണ്ടെന്നും പഠിക്കണം. അപ്പം ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ പോൾ വാർത്ത് 571 റൺസ് നേടി 1ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യക്കാരി ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് 434 റൺസുമായി സ്മൃതി മന്ദാന. 100 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ ഹോക്കി എന്ന് പറയാൻ ഒരു കായികം 100 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 100 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യൻ കായികമാണ് ഹോക്കി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൻ്റെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി മേഘാലയൻ ബാറ്റർ ആകാശ് കുമാർ ചൗധരി 11 പന്തിലാണ് 50 റൺസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വേഗമേറിയ അർദ്ധ സെഞ്ചുറി ആരുടെ പേരിലാണ്? ആകാശ് കുമാർ ചൗധരി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി ആകാശ് കുമാർ. മേഘാലയ ബാറ്ററാണ് ആകാശ് കുമാർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ പറയാം. വനിതാ ഏകദിന ലോകകപ്പിൽ ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. മുംബൈയിലാണ് നടന്നത്. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു 52 റൺസിൽ. ഏറ്റവും വലിയ ചേസിംഗ് നടന്നത് ഓസ്ട്രേലിയക്കെതിരെ. ഫുട്ബോൾ ഇതിഹാസമാണ് ഡേവിഡ് ബെക്കാമിന് നൈറ്റ് ഫുഡ് പദവി ലഭിച്ചു. ഡേവിഡ് ബെക്കാം ഫുട്ബോൾ ഇതിഹാസം. 2 ഗ്രാൻഡ് സ്ലാം നേടിയ ടെന്നീസ് താരം വിരമിച്ചു. ആരാണ്? രോഹൻ ബൊപ്പണ്ണ. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിതാ ഏകദിന
ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിതാ ഏകദിന താരമാണ് സ്മൃതി മന്ദാന, 434 റൺസ്. ഏറ്റവും കൂടുതൽ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിതാ താരം ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ പോൾവാർട്ട്. 100 വർഷം പൂർത്തിയാക്കി ഹോക്കി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വേഗമേറിയ അർദ്ധ സെഞ്ചുറി ആകാശ് കുമാർ. അടുത്ത ദിവസം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. അപ്പോൾ കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളം. അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം. ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ കാമെ മദാനി ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനും നഗര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ് ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ കാമെ മദാനി. എവിടത്തെയാണ്? ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറാണ് സൊഹ്റാൻ കാമെ മദാനി. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കി. ഏത് രാജ്യക്കാരാണ് പുറത്തിറക്കിയത്? ചൈന. CR 450 എന്ന് പറഞ്ഞ ട്രെയിനാണ് CR 450. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ ചൈനയിലാണ്. CR 450. കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫെഡറിക് അന്തരിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. കണ്ണൂർ സ്വദേശിയാണ് മാനുവൽ ഫെഡറിക്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫെഡറിക്. 1922 മ്യൂണിക് ഒളിമ്പിക് എന്ത് മെഡലാണ് നേടിയത്? വെങ്കലമാണ് നേടിയത്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. എവിടുത്തെ സ്വദേശിയാണ്? കണ്ണൂർ സ്വദേശി. അപ്പോൾ കേരളത്തിലെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരാണ്? മാനുവൽ ഫെഡറിക്. ഏത് മെഡലാണ് ലഭിച്ചത്? വെങ്കലം. ഏത് വർഷം? 1922. എവിടെ വെച്ച് നടന്നു? മ്യൂണിക് ഒളിമ്പിക്സ്. ഗോൾ കീപ്പറായിരുന്നു ഹോക്കി ടീമിൻ്റെ. കണ്ണൂരിലാണ് സ്വദേശം. അപ്പം കേരളത്തിലെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫെഡറിക്. 1922 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടി ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. കണ്ണൂർ സ്വദേശി. മുൻ മന്ത്രി MR രഘുചന്ദ്ര ബാൽ അന്തരിച്ചു. ജീവൻ്റെ രഹസ്യമായ DNA പിരിയൻ ഗോവണി ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ. അപ്പം ജെയിംസ് വാട്സൺ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. ജെയിംസ് വാട്സൺ അന്തരിച്ചു. അപ്പം DNA പിരിയൻ ഗോവണി മാതൃക ഘടന കണ്ടുപിടിച്ച ജെയിംസ് വാട്സൺ എന്ത് കണ്ടുപിടിച്ചു? DNA ഗോവണി ഘടന കണ്ടെത്തിയ ജെയിംസ് വാട്സൺ അന്തരിച്ചു. 46ാമത്തെ വൈസ് പ്രസിഡൻ്റായി ഡിക്ക് ചെനി അന്തരിച്ചു. US-ൻ്റെ 46ാമത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഡിക്ക് ചെനി അന്തരിച്ചു. ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ഗോപി ചന്ദ് ഹിന്ദുജ അന്തരിച്ചു. പ്രശസ്ത ഹോളിവുഡ് നടൻ ഡയാൻ ലാഡ് അന്തരിച്ചു. പ്രശസ്ത നടിയും ഗായികയുമായ സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചു. കേരള സർവകലാശാല മുൻ ചാൻസലർ VP മഹാദേവൻ അന്തരിച്ചു. തമിഴ് നടൻ അഭിനയ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാനുവൽ ഫെഡറിക്. 72 മ്യൂണിക് ഒളിമ്പിക്സ് വെങ്കലം നേടിയ വ്യക്തിയാണ് മാനുവൽ ഫെഡറിക്. അന്തരിച്ചു. കണ്ണൂർ സ്വദേശി. കേരളത്തിലെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവാണ്. പിന്നെ DNA ചുറ്റുകോവണി മാതൃക ഘടന കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സൺ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 നൽകിയത് 2025. അപ്പോൾ 2025 നൽകിയത്. അപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 മികച്ച നടൻ മമ്മൂട്ടി. അപ്പം മികച്ച നടൻ മമ്മൂട്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 പ്രഖ്യാപിച്ചത്. 2025. അതുകൊണ്ട് തന്നെ മികച്ച നടൻ നടൻ ചോദിച്ചാൽ മമ്മൂട്ടി. ലേറ്റസ്റ്റ് ആണ്, പഠിക്കണം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2024 മികച്ച നടൻ മമ്മൂട്ടിയാണ്. മികച്ച നടി ഷംല ഹംസയാണ്. അപ്പം നടൻ മമ്മൂട്ടി, ഷംല ഹംസ മികച്ച നടി. മികച്ച സംവിധായകൻ ചിദംബരമാണ്. മികച്ച സംവിധായകൻ ചിദംബരം. മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. കലാമൂല്യവും ജനപ്രീതിയുള്ള ചിത്രം പ്രേമലു. രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ.
മികച്ച സ്വഭാവ നടൻ സൗബിൻ, മികച്ച സ്വഭാവ നടി ലിജോ മോൾ, പ്രത്യേക ജൂറി പരാമർശം ടൊവിനോ, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്നൂടെ പറയാം. മികച്ച നടൻ മമ്മൂട്ടി. ഏത് സിനിമ? ഭ്രമയുഗം. മികച്ച നടൻ മമ്മൂട്ടി, ഭ്രമയുഗം എന്ന സിനിമ. മികച്ച നടി ഷംല ഹംസ. ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ, ഷംല ഹംസ, ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത്, രണ്ടും ഒരാളാണ്. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ചിദംബരം എന്ന വ്യക്തിയാണ്. മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്തതാണ് ചിദംബരം. അപ്പം മികച്ച സംവിധായകൻ ചിദംബരമാണ്, മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ. മികച്ച തിരക്കഥയും ചിദംബരമാണ്. മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. കലാമൂല്യവും ജനപ്രിയ ചിത്രം പ്രേമലുവാണ്. ജനപ്രിയ ചിത്രം പ്രേമലു. രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ആദ്യത്തെ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്, ഫെമിനിച്ചി ഫാത്തിമ രണ്ടാമത്തെ മികച്ച ചിത്രം. ഏറ്റവും ജനപ്രിയമായ ചിത്രം പ്രേമലു. സ്വഭാവ നടൻ സൗബിനും ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനും ഉണ്ട്. അപ്പോൾ സൗബിൻ, സിദ്ധാർത്ഥ് ഭരതൻ. അപ്പോൾ മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ. സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതൻ. മികച്ച സ്വഭാവ നടി ലിജോ മോള്. പ്രത്യേക ജൂറി പരാമർശം ടൊവിനോ, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടി ഷംല ഹംസ. മികച്ച സംവിധായകൻ തിരക്കഥാകൃത്ത് ചിദംബരം. മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. ജനപ്രിയമുള്ള ചിത്രം പ്രേമലു. രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സ്വഭാവ നടൻ സൗബിന്, സിദ്ധാർത്ഥ് ഭരതൻ. മികച്ച സ്വഭാവ നടി ലിജോ മോൾ. പ്രത്യേക ജൂറി പരാമർശം ടൊവിനോ, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ, ഫാസിൽ മുഹമ്മദ്. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടി ഷംല ഹംസ. മികച്ച തിരക്കഥാകൃത്ത്, മികച്ച സംവിധായകൻ ചിദംബരം. മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ്. ജനപ്രീതിയുള്ള ചിത്രം പ്രേമലു. രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഓക്കെ, അപ്പം ഇത്രയുമാണ് 2025 നവംബർ മാസത്തെ കറണ്ട് അഫെയർ. ഓക്കെ.